ഹായ് ഓൾ, ട്രാവൽ നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിതിൻ. ഓല S1X എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഓലയുടെ ഈ പുതിയ വണ്ടിയിൽ ഭീകര ചേഞ്ചസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ഓലയുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഈ വണ്ടിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്ന 2-3 കാര്യങ്ങളാണ് ഇതിൽ മേജറായിട്ട് മാറ്റം വന്നേക്കുന്നത്. അതിലൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് നമ്മുടെ ഹാൻഡിലിൻ്റെ ഭാഗം. അവിടെ നേരത്തെ ഒരു കവറിങ് കാര്യങ്ങളുണ്ടായിരുന്നു, അതിപ്പം ഇല്ല. അതിന് വരച്ചിലൂടെ നേക്കഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് ഹാൻഡിൽ. അതാണ് ഒരു മേജർ ചേഞ്ചായിട്ട് ഇവിടെ വന്നേക്കുന്നത്. അതുകൂടാതെ നമുക്കറിയാം ഇവിടെ ഹെഡ്ലൈറ്റിൽ ഒരു DRL പോലെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രോ വേർഷൻസിലൊക്കെ അത് DRL ലൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ഡമ്മി ആയിട്ടാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്കും നേരത്തെ മോണോ സസ്പെൻഷൻ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു ഡ്യുവൽ സസ്പെൻഷനാണ് വന്നേക്കുന്നത്. അല്ലാതെ ഒരു ബേസിക് സ്ട്രക്ചറിൽ വണ്ടിയിൽ ചേഞ്ചസ് ഒന്നും അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. വണ്ടിയുടെ സ്ട്രക്ചറൊക്കെ ഏകദേശം അങ്ങനെ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്, ഈ പറഞ്ഞ 2 ചേഞ്ച് അല്ലാതെ. പിന്നെ വന്നിരിക്കുന്നത് വെച്ചാൽ കളറിലുള്ള ഡിഫറൻസ്. ഇച്ചിരി കൂടെ പെപ്പി ആയിട്ടുള്ള കളേഴ്സാണ് അവർ ഈ പ്രാവശ്യം S1Xൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ കളറിൻ്റെ പേര് റെഡ് വെലോസിറ്റി എന്നാണ്. ഇതുകൂടാതെ പല കളറിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ വെബ്സൈറ്റിൽ ചെല്ലുവാണെങ്കിൽ അതിനെപ്പറ്റി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മുടെ സ്റ്റൈലിങ്ങിൻ്റെ ഭാഗത്ത് ഇത്രയും തന്നെയാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറയാനുള്ളത്. ഓലയുടെ നേരത്തെ വണ്ടിയിൽ ഇല്ലാത്തൊരു പ്രത്യേകത ഈ വണ്ടിക്കുണ്ട്. വേറൊന്നുമല്ല, ഇതിൻ്റെ കൂടെ ഇപ്പോൾ കീ ഉണ്ടാവും. നേരത്തെ വണ്ടികളിലൊക്കെ നമ്മൾ പാസ്വേഡ് അടിക്കണം, അല്ലെങ്കിൽ കുറേ ബട്ടൺസിൻ്റെ കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മാത്രമാണ് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുന്നത്. അത് പ്രത്യേകിച്ച് ഈ പ്രായമുള്ളവർക്കും അല്ലെങ്കിൽ അത്രയും ടെക്കി അല്ലാത്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഓല ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സ്കൂട്ടേഴ്സിലുള്ള പോലെ തന്നെ ഒരു കീ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇഗ്നിഷൻ സിസ്റ്റം നമുക്കറിയാം, നമ്മുടെ നോർമൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഇഗ്നിഷൻ സിസ്റ്റമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ജസ്റ്റ് കീ ഇടുക, നോർമൽ ഫങ്ഷൻസ് ഇങ്ങോട്ട് വണ്ടി തിരിക്കുകയാണെങ്കിൽ വണ്ടി ഓണാകും. ബാക്കിലേക്ക് എടുക്കുവാണെങ്കിൽ ഡിക്കി ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ ഹാൻഡിൽ ലോക്ക് ചെയ്യാനുള്ളൊരു ബേസിക് ഫംഗ്ഷനാണ് ഇപ്പം കീയിൽ കൊടുത്തേക്കുന്നത്. അത് ഭയങ്കര ഒരു അഡീഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പറയാം, വണ്ടി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററോ ബട്ടൺസോ കാര്യങ്ങളൊന്നുമല്ല ഓല കൊടുത്തേക്കുന്നത്. ആർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ബട്ടൺ സിസ്റ്റവും അല്ലെങ്കിൽ അതിൻ്റെ കീസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആക്സിലറേറ്ററിനോട് ചേർന്ന് തന്നെ ഇഗ്നിഷൻ ബട്ടണുണ്ട്. അത് ജസ്റ്റ് ഒരു 1 ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വണ്ടി സ്റ്റാർട്ടാവും. അതുകൂടാതെ വണ്ടിയുടെ 3 മോഡുണ്ട്. ആ മോഡിനെ പറ്റി നമ്മൾ ലേറ്റർ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ 3 മോഡ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോഗിൾ ബട്ടണാണ് ഇവിടെ ഉള്ളത്. അത് ലെഫ്റ്റും റൈറ്റും മാറ്റുന്നതനുസരിച്ച് നമ്മുടെ ഈ മോഡുകൾ മാറിക്കൊണ്ടിരിക്കും. അതിൽ എക്കോ ഉണ്ട്, നോർമലുണ്ട്, സ്പോർട്സ് ഉണ്ട്, അങ്ങനെ 3 മോഡാണ്. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്നത് ഒരു ക്രൂസ് കൺട്രോൾ ബട്ടണാണ്. വേറെ ഒന്നുമില്ല, നമ്മൾ ഹൈവേയിലൊക്കെ അല്ലെങ്കിൽ നേരെയുള്ള റോഡുകളിലൊക്കെ പോകുമ്പോഴത്തേക്കിന് ഏതൊരു പോയിൻ്റ് സ്പീഡിൽ നമ്മൾ എത്തുമ്പം ആ സ്പീഡ് നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ വണ്ടി ആ ഒരു സ്പീഡിൽ അങ്ങ് പോകും. പിന്നെ ഉള്ളൊരു ഏറ്റവും വലിയൊരു അഡീഷനാണ് റിവേഴ്സ് ബട്ടൺ. ഈ റിവേഴ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് ആക്സിലേറ്റർ ബാക്കിലേക്ക് എടുക്കുമ്പം നേരെ നമ്മൾ ആക്സിലേറ്റർ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുമ്പം വണ്ടി നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ. അത് പ്രത്യേകിച്ച് കയറ്റം അല്ലെങ്കിൽ ചെറിയ ഏരിയകളിലൊക്കെ വണ്ടി തിരിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് അത്. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിന് ഇവിടെ അത് ഇപ്പുറത്തുള്ള പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഹോണിൻ്റെ ബട്ടൺ എന്നുള്ളത്, ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഡിമ്മും ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റിൻ്റെ സ്വിച്ച്, അങ്ങനെയാണ് ഈ സൈഡിലുണ്ടാകും. ഇനി നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുവാണെങ്കിൽ ബാക്കിയുള്ള ഓലേനേക്കാളും ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഇച്ചിരി ടോൺ ഡൗൺ ആയിട്ടുള്ളൊരു സ്ക്രീനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. മോണോക്രോം ആയിട്ടുള്ള സാധനമാണ്. ഡിജിറ്റൽ മീറ്റർ, ഡിജിറ്റൽ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം, നമ്മുടെ തുടക്കത്തിലുള്ള ഡിജിറ്റൽ ടൈപ്പ്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്, എന്നാൽ പോലും ഇവിടെ ഇതിൻ്റെ ഒരു വിസിബിലിറ്റി ഭയങ്കര അടിപൊളിയാണ്. ഒരു രീതിയിൽ അത് കുറച്ചിട്ടുള്ള. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കിലോമീറ്റർ, ഓഡോമീറ്റർ, വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ട് ഉള്ളതിൻ്റെ ഒരു ഫുൾ കിലോമീറ്റർ കിട്ടും. ട്രിപ്പ് മീറ്റർ ഉണ്ട്, ട്രിപ്പ് മീറ്റർ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ബാറ്ററി പെർസെൻറ്റേജ്, എത്ര ബാറ്ററിയാണ് വണ്ടിയിൽ ബാക്കിയുള്ളത്, ആ ബാറ്ററി കൊണ്ട് എത്ര കിലോമീറ്റർ ഓടും. ഇപ്പോൾ നോർമലിലുള്ളൊരു ഇത് കാൽക്കുലേഷൻ കാണിക്കുന്നത്, അതിലേക്ക് പിന്നെ വരാം. പിന്നെ സമയം കാണിക്കുന്നുണ്ട്. അതുപോലെ വണ്ടിയുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ, വണ്ടി പാർക്ക്ഡ് ആണോ, വണ്ടിയുടെ ഇപ്പോൾ സ്റ്റാൻഡ് ഇടുമ്പോഴത്തേക്കും വേണ്ട സ്റ്റാൻഡിൻ്റെ സാധനം വന്നിട്ടുണ്ട്, സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ടോ, അങ്ങനത്തെ പ്രസൻറ്റ് ഒരു സാധനങ്ങൾ ഇവിടെ പറയും. അതുപോലെ തന്നെ വണ്ടിയുടെ സ്പീഡോമീറ്റർ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഏറ്റവും ബേസിക്കായിട്ട്. പക്ഷേ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ അവിടെ നന്നായിട്ട് തന്നിട്ടുണ്ട്. അതാണ് ഈ വണ്ടിയിൽ ഈ പ്രാവശ്യം വന്നതിലൊരു പ്രോയേക്കാളും അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് വണ്ടികളെക്കാളും കുറവാണെങ്കിൽ പോലും ഒരു വണ്ടി ഓടിക്കുന്ന ആൾക്ക് ബേസിക്കായിട്ട് അറിയേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഈ ക്ലസ്റ്ററിൽ നമുക്ക് കിട്ടുന്നുമുണ്ട്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ബട്ടൺ സിസ്റ്റമാണ് ഈ വണ്ടിക്ക് ഉള്ളത് താരം. ഇനി വണ്ടിയുടെ 2-3 നല്ല ഫീച്ചേഴ്സ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും. വേറെ നല്ലത് അത്യാവശ്യം ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയ കുറേ ഫീച്ചേഴ്സാണ്. അതിൽ ആദ്യത്തെ ഒരെണ്ണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ മോഡുകൾ തന്നെയാണ്. 3 മോഡാണ് വണ്ടിക്ക് വരുന്നത്. ഒന്ന് എക്കോ, നോർമൽ, അതുപോലെ സ്പോർട്സ്. ഇനി നമുക്കതെങ്ങനെയാണെന്നുള്ളത് കാണാം. ആദ്യം വണ്ടി ഓണാക്കാം. വണ്ടി ഓണാക്കണമെങ്കിൽ നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുക. ഈ ബ്രേക്ക് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. നമ്മുടെ ഇവിടുത്തെ ഇഗ്നിഷൻ സ്വിച്ച് ജസ്റ്റ് ഒറ്റ പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് അത് പാർക്ക്ഡെന്ന് മാറി നോർമലാവും. അപ്പോൾ വണ്ടി ഓണായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി വണ്ടിയുടെ മോഡുകൾ പറയുകയാണെങ്കിൽ ഇതിന് 3 മോഡാണ് വരുന്നത്. ഇച്ചിരി ഒന്ന് അടുപ്പിച്ച് പിടിക്കുകയാണെങ്കിൽ കാണാം. ഓക്കെ, ആദ്യത്തെ മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോ മോഡ്. എക്കോ മോഡിൽ നമുക്ക് ഏകദേശം ഒരു 40 കിലോമീറ്റർ വരെ നമുക്ക് മാക്സിമം സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം 98% ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് കാണിക്കുന്ന ഏകദേശം ഒരു 123 കിലോമീറ്റർ വണ്ടി ഓടുമെന്ന് പറയുന്നുണ്ട്. അപ്പം 100% ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 125 കിലോമീറ്റർ അടുത്ത് വണ്ടി ഓടും. ആ അത്രയും റേഞ്ചാണ് നമുക്കിതിൻ്റെ അകത്ത് കാണിക്കുന്നത്. എന്നാൽ പോലും നമുക്കൊരു മിനിമം ഒരു 120 കിലോമീറ്റർ നമുക്ക് എക്കോ മോഡിൽ കിട്ടും. പക്ഷേ 40 കിലോമീറ്ററിലാണ് വണ്ടി പോവുള്ളൂ. അടുത്തത് നോർമൽ മോഡാണ്. നോർമൽ മോഡിൽ വണ്ടി ഏകദേശം ഒരു 60 to 70 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ബാറ്ററി പെർസെൻറ്റേജ് ആണ് 98 ആണെങ്കിൽ റേഞ്ച് 97 കാണിക്കുന്നത്. അതായത് ഏകദേശം ഒരു 100% ബാറ്ററി ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 90 to 100 കിലോമീറ്റർ നമുക്ക് നോർമൽ മോഡിൽ ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ സ്പോർട്സ് മോഡിലേക്ക് വരുമ്പോൾ വണ്ടിക്ക് ഇച്ചിരി കൂടെ പവറാണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു മോഡാണ് സ്പോർട്സ് മോഡ്. നല്ല പുള്ളിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ നമുക്കാണ് 98% ആണെങ്കിൽ നമുക്ക് റേഞ്ച് കാണിക്കുന്നത് 85 ആണ്. എന്നാൽ പോലും പ്രാക്ടിക്കലി ഒരു 80 ഒക്കെ നമുക്ക് സ്പോർട്സ് മോഡിൽ കിട്ടും. സ്പീഡ് നമുക്ക് സ്പോർട്സ് മോഡിലേക്ക് വരുമ്പോഴത്തേക്കിന് അത്യാവശ്യം 80 to 90 കിലോമീറ്റർ. ഇവരുടെ ഓലയുടെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 90 ആണ്. ആ 90 കിലോമീറ്റർ അറ്റൈൻ ചെയ്യുന്നത് സ്പോർട്സ് മോഡിൽ തന്നെയാണ്. അടുത്ത എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് റിവേഴ്സ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് ആക്സിലേറ്ററിൽ തന്നെ ചെയ്യാൻ പറ്റും. മറ്റൊന്നുമല്ല, നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വണ്ടി സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സിലേറ്റർ തിരിക്കുകയാണെങ്കിൽ വണ്ടി സ്ലോ ഡൗൺ ആവും. പെട്ടെന്ന് നിർത്താൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വണ്ടി സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും ബ്രേക്ക് പിടിക്കാതെ തന്നെ. അത് എഞ്ചിനിലേക്കൊരു ബ്രേക്കിംഗ് സിസ്റ്റം ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് എഞ്ചിനിലേക്ക് ഒരു ബ്രേക്കിംഗ് സിസ്റ്റം പോകുന്നതിൻ്റെ ഒരു എഫക്റ്റാണ്. അതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. നമുക്ക് എപ്പോഴും ബ്രേക്ക് പിടിക്കേണ്ട, ചെറിയ പതുക്കെയൊക്കെ നിർത്തണമെങ്കിൽ ഇത് പിടിച്ച് നമുക്ക് വണ്ടി സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇറക്കത്തിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തൊരു ഫീച്ചർ നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മറ്റൊന്നുമല്ല, വണ്ടി നമ്മൾ എത്ര സ്പീഡിൽ പോയാലും ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ എഞ്ചിനിൽ നിന്ന് പവർ കട്ട് ഓഫ് ആവും. അതൊരു നല്ല ഫീച്ചറായിട്ട് തന്നെ തോന്നി. നമുക്ക് പെട്ടെന്ന് വണ്ടിയൊക്കെ നിർത്തണമെങ്കിൽ വണ്ടിയിൽ പവർ ഇല്ലാതെ തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചറായിട്ട് എനിക്കത് തോന്നി. ചിലർക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി, ചിലർക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. എന്നെങ്കിലും എനിക്കൊരു നല്ല ഫീച്ചറായിട്ടാണ് അത് തോന്നിയേക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിക്കി സ്പേസ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡിക്കി സ്പേസാണ്. അത് നമ്മുടെ ഫ്രണ്ട് ഇഗ്നിഷനിൽ തന്നെയാണ് തുറക്കേണ്ടത്. ജസ്റ്റ് ബാക്കിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ തുറന്നു വരും. നമുക്ക് ഏകദേശം 2 ഫുൾ ഹാഫ് ഫേസ് ഹെൽമെറ്റ് വെക്കാനുള്ള ഒരു സ്പേസ് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ വണ്ടി മേടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ 2 ഹാഫ് ഫേസ് ഹെൽമെറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 2 ഹെൽമെറ്റ് കൂടെ വെക്കാൻ പറ്റും. അപ്പം അതാണ് ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാൻ മറന്നു, ഈ വണ്ടിയുടെ കൂടെ നമുക്ക് കിട്ടുന്ന ചാർജർ ഇതാണ്. നമ്മുടെ വീട്ടിലുള്ള നോർമൽ പ്ലഗിൽ നമുക്ക് കുത്തി വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും. ചാർജിങ് ടൈം ഏകദേശം ഒരു ഫുൾ ചാർജൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു പവർ സിസ്റ്റത്തിൽ ഏകദേശം ഒരു 3-4 മണിക്കൂർ ഒരു 6 മണിക്കൂർ എടുക്കും ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ പവർ അനുസരിച്ച് ഡിപ്പെൻഡ്, നമ്മൾ ഈ ചാർജിങ് സ്റ്റേഷൻസിലൊക്കെ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കിന് വ്യത്യാസങ്ങൾ വരാറുണ്ട്. പിന്നെ ഇതിന് ഏകദേശം കറക്റ്റ് ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ 3 വർഷം വരെ വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ എന്ത് സംഭവിച്ചാൽ ഇത് റീപ്ലേസ് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അതുപോലെ വണ്ടിയുടെ ഒരു വാറണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളോട് ഇപ്പം ബാറ്ററി വാറണ്ടി പറഞ്ഞിരിക്കുന്നത് ഏകദേശം 8 വർഷത്തെ ബാറ്ററി വാറണ്ടിയാണ് പറഞ്ഞേക്കുന്നത്. കിലോമീറ്ററിൻ്റെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അത് നിങ്ങൾ വണ്ടി മേടിക്കുന്നുണ്ടെങ്കിൽ അവിടെ നേരിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ അതിനേക്കാളും വലിയ ഏറ്റവും അഡീഷൻ എന്ന് വെച്ചാൽ ഈ വണ്ടി അവൈലബിൾ ആയിരിക്കുന്നൊരു പ്രൈസ് പോയിൻ്റാണ്. ഏകദേശം സ്റ്റാർട്ടിങ് വണ്ടിയുടെ ഫസ്റ്റ് മോഡൽ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 69,999 എക്സ് ഷോറൂമാണ്. പിന്നെ ബാക്കി എഡിഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ റേറ്റ് വ്യത്യാസം വരും. അത് നിങ്ങൾ എന്തായാലും സംസാരിക്കുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെയാണ് ഈ ഒരു ഓല S1 Xൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഇത് ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നെ എടുത്ത ഒരു വണ്ടിയാണ്, ചേട്ടൻ്റെ വണ്ടിയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഈ ഒരു വണ്ടിയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പിന്നീട് ഈ ഒരു ചാനൽ ഞങ്ങൾ ഇടുന്നതായിരിക്കും. അതായത് ആഫ്റ്റർ 10,000 അല്ലെങ്കിൽ 20,000 കിലോമീറ്റേഴ്സ് എന്തൊക്കെ എന്താ പറയുന്ന കാര്യങ്ങളാണ് ഈ വണ്ടി ഞങ്ങൾ ചെയ്തത്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനൽ ഞങ്ങൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.